ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ചതിലൂടെ നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. ഇതിനിടെ ശബരിമല സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠ ദേവപ്രശ്ന വിധി പ്രകാരമെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ SIT ശേഖരിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന കടുത്ത പരാമർശത്തോടെയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം തന്ത്രി കണ്ഠര രാജുവരെ കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടു. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷഫീദ്, ഉന്മേഷ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് SITയുടെ ഇപ്പോഴത്തെ അന്വേഷണം നടക്കുന്നത്. അതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ഫോണുകളുടെ CDR ആണ് SIT ശേഖരിച്ച് പരിശോധിച്ചത്. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉന്നതരും വരെ പോറ്റിയുടെ അടുപ്പക്കാരെന്നാണ് കണ്ടെത്തൽ. ഫോൺ വിളികളിൽ നിന്നും സന്ദേശങ്ങളിൽ നിന്നും നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫോൺ വിളി പട്ടികയിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് SIT കണ്ടെത്തൽ. ഇവർക്കെല്ലാം പോറ്റിയുമായുള്ള ബന്ധം SIT വിലയിരുത്തി. ഇവരിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന അത് തുടരുകയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ SIT അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഉയർന്നതായിരുന്നു ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ഇടയാക്കിയത് കൊടിമരത്തിന്റെ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയുമാണ്. ഇത് ദോഷമെന്ന ദേവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. ഇത് തെളിയിക്കുന്ന നിർണായക ദേവപ്രശ്ന ചാർട്ടാണ് SIT ശേഖരിച്ചതും ഇന്നത് പുറത്തു വന്നതും. കൊടിമരത്തിന്റെ മുകളിൽ ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്. അതിനാൽ കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ നിർദ്ദേശിക്കുകയായിരുന്നു. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18-നാണ്. UDF സർക്കാർ നിയോഗിച്ച MB ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡ് പുനഃപ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ചു. പ്രയാഗ് ഗോപാലകൃഷ്ണന്റെ ബോർഡ് ഇത് നടപ്പിലാക്കിയതുമാണ് കണ്ടെത്തൽ. ഏതായാലും ഇത് രണ്ടും SIT അന്വേഷണത്തിന്റെ ഭാഗമായി വരുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കസ്റ്റഡി കൂടി SITക്ക് ലഭിച്ചിട്ടുള്ളത് തന്ത്രി കണ്ഠര രാജീവരുടെയാണ്. 1 ദിവസത്തെ കസ്റ്റഡിക്കാണ് തന്ത്രിയെ ഇന്ന് കോടതി വിട്ടത്. തന്ത്രിയിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കി വരികയാണ്. ഉന്മേഷ്, തമ്മിൽ ബൈ SKN ഇന്ന് ആരംഭിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:15 24-ൽ.